ഹലോ ഫ്രണ്ട്സ്, എല്ലാവർക്കും ചെമ്പനിപ്പൂവിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ നമ്മുടെ ചെമ്പനിപ്പൂവിൽ വരാനിരിക്കുന്നൊരു ഭാഗത്തിൻ്റെ വീഡിയോ ആണ് ഞാൻ ചെയ്യുന്നത്. അങ്ങനെ നമ്മുടെ വർഷയുടെ താലിമാറ്റ ചടങ്ങാണ് ആദ്യം നടത്താൻ പോകുന്നത്. അതിന് കാരണം മറ്റൊന്നുമല്ല, ശ്രുതിയുടെ അച്ഛൻ വരാത്തത് കൊണ്ട് തന്നെ അച്ഛനെ ഒരു ചടങ്ങ് കാണാനൊക്കെ ഒരു ആഗ്രഹം ഉണ്ടാവുമല്ലോ എന്ന് കരുതിക്കൊണ്ട് തന്നെ നമ്മുടെ ചന്ദ്ര മഹിമയോടായിട്ട് പറയുകയാണ്, നിങ്ങളായിട്ട് നടത്തുന്ന ചടങ്ങല്ല, അതുകൊണ്ട് തന്നെ നിങ്ങളുടെ മകളുടെ ചടങ്ങിന് ആദ്യം നടക്കട്ടെ, വർഷയുടെ ചടങ്ങ് നടത്തുന്നതിൽ ഞങ്ങൾക്ക് യാതൊരു ബുദ്ധിമുട്ടും ഇല്ല എന്നൊക്കെ പറയുന്നുണ്ട്. അപ്പോൾ മഹിമ ഇതൊന്നും വിശ്വസിക്കാതെ തന്നെയാണ് ആദ്യം ശ്രുതിയുടെ അടുത്തേക്കായിട്ട് ചെല്ലുന്നത്. എന്നിട്ട് ചോദിക്കുന്നുണ്ട്, ശ്രുതി വർഷയുടെ ചടങ്ങ് ആദ്യം നടത്തുന്നത് നിനക്ക് സങ്കടം ഉണ്ടോ എന്ന് ചോദിക്കുന്ന സമയത്ത്, ഇല്ല ആൻറ്റി, എനിക്കെന്താ സങ്കടം, എന്തായാലും എൻ്റെ അച്ഛൻ വരാനായിട്ട് നോക്കി നിൽക്കുകയാണ് ചന്ദ്ര ആൻറ്റി, അതിന് ശേഷമേ ചടങ്ങ് നടത്തുന്നുള്ളൂ എന്നാണ് പറഞ്ഞത് എന്നൊക്കെ പറയുമ്പോൾ മഹിമ പറയുന്നുണ്ട്, അങ്ങനെ വരട്ടെ, അതുകൊണ്ടാണല്ലോ ചടങ്ങ് മാറ്റിവെച്ചത്, എന്നാൽ ചന്ദ്ര എന്നോട് പറഞ്ഞത് കള്ളമായിരുന്നു എന്നൊക്കെ പറയുന്ന സമയത്ത് ശ്രുതിയും മീരയും പരസ്പരം മുഖത്തോട് മുഖം നോക്കുകയാണ് കേട്ടോ. അതിനുശേഷം മഹിമ രണ്ടുപേരുമായിട്ട്, എന്തായാലും ശ്രുതി നീ റെഡിയായിട്ട് നിൽക്കല്ലേ, എൻ്റെ മോളുടെ ചടങ്ങ് നടക്കാൻ പോവാണ്, വേഗം വായെന്നും പറഞ്ഞുകൊണ്ട് മഹിമ അവിടുന്ന് പോകുകയും ചോദിച്ചു. അങ്ങനെ ശ്രുതിയുടെ ചടങ്ങ് നടക്കുന്ന സമയത്ത് വളരെ ഗംഭീരമായി തന്നെ നടക്കുന്നുണ്ട്. മഞ്ഞളും മുഖത്ത് തേക്കുന്നത്, അതുപോലെ തന്നെ എല്ലാവരും അനുഗ്രഹമൊക്കെ നമ്മുടെ വർഷം മേടിക്കുന്നത്, മാത്രമല്ല നമ്മുടെ രേവതിനെയും ഓഡിറ്റോറിയത്തിലേക്ക് വിളിച്ചു വരുത്തി തൻ്റെ ചടങ്ങിൽ പങ്കുചേരാനൊക്കെ പറയുകയൊക്കെ ചെയ്യുന്നുണ്ട്. അതെല്ലാം നമ്മൾ നാളത്തെ എപ്പിസോഡ് കാണാനിരിക്കുന്ന ഭാഗങ്ങളാണ്. അതിനുശേഷം വളരെ മനോഹരമായി തന്നെ ഈ ഒരു ചടങ്ങ് തീരുന്ന സമയത്താണ് നമ്മുടെ മഹിമയ്ക്കോ മധുസൂദനും ഒരു രീതിക്കും സച്ചിയെ പ്രകോപിപ്പിക്കാൻ സാധിക്കാതെ വരുന്ന ആ ഒരു സാഹചര്യത്തിലാണ് നമ്മുടെ രേവതിയായി തന്നെ ഒരു എരേനെ നമ്മുടെ മധുസൂദന്റെ കയ്യിലേക്ക് വെച്ചു കൊടുക്കുന്നത്. അതായത് നമ്മുടെ വർഷ താലി പിരിച്ച മാറ്റി ചടങ്ങിനൊക്കെ ശേഷം പൂമാല ഒരു കട്ടിൽ വെച്ചിട്ട് പുറത്തേക്ക് കൂട്ടുകാരുടെ കൂടെ പോവാട്ടെ. ഈ ഒരു സമയത്താണ് രേവതി വർഷയെ അന്വേഷിച്ച് റൂമിലേക്ക് വരുന്നത്. അന്നേരമാണ് ആ പൂമാലയിൽ ഉടക്കിയിരിക്കുന്ന നെക്ലേസ് കാണുകയും അത് നമ്മുടെ വർഷയ്ക്ക് കൊണ്ടു കൊടുക്കാനായിട്ട് പോകുന്ന സമയത്ത് മധുസൂദനും മഹിമയും അങ്ങോട്ടേക്ക് വരികയും ചെയ്യുന്നു. അപ്പോൾ അത്രയും നേരം നമ്മുടെ സച്ചിയെ ദേഷ്യപ്പെടുത്താണ്ട് രണ്ടുപേരും ശ്രമിച്ചിട്ട് നടന്നില്ല. എന്നാൽ നമ്മുടെ രേവതിനെ കുറ്റപ്പെടുത്തി സംസാരിച്ചതിന് തീർച്ചയായിട്ടും സച്ചിക്ക് ദേഷ്യം വരുമെന്ന് അറിയാവുന്നതുകൊണ്ട് തന്നെ അവർ രേവതിനെ കള്ളിയാക്കാൻ ശ്രമിക്കുകയാണ്. രേവതി മനഃപൂർവ്വം തന്നെ വർഷയുടെ മാല മോഷ്ടിച്ചു എന്ന രീതിക്ക് സംസാരിക്കുകയാണ്. ഇത് കേട്ടുകൊണ്ട് രേവതിക്ക് ഭയങ്കര സങ്കടമാവുന്നുണ്ട്. ആ സമയം തന്നെ രേവതി പുറത്തേക്ക് ഓടി ചെല്ലുകയാണ്. സച്ചിനെ കെട്ടിപ്പിടിച്ച് കരയൊക്കെ ചെയ്യുന്നുണ്ട്. ഈ സമയത്തുണ്ടായ സംഭവങ്ങളെല്ലാം തന്നെ സച്ചിയോട് പറയുകയും രവിയും സച്ചിനും കൂടി നമ്മുടെ മധുസൂദനെ മഹിമയെ പറഞ്ഞ് മനസ്സിലാക്കാനൊക്കെ ശ്രമിക്കുന്നുണ്ടെങ്കിലും രേവതിനെ മനഃപൂർവ്വം തന്നെ കള്ളിയാക്കാൻ ശ്രമിക്കുകയാണ് രണ്ടുപേരും. അങ്ങനെ വന്നവരുടെ മുന്നിൽ വെച്ച് ഒരുപാട് അധിക്ഷേപിച്ചുകൊണ്ട് രേവതിനെ സംസാരിക്കുന്നത് കേൾക്കുമ്പോഴത്തേക്കും സച്ചിക്ക് ദേഷ്യം അടക്കാനാവുന്നില്ല. സച്ചി മധുസൂദനോട് രണ്ട് പൊട്ടിക്കുകയൊക്കെ ചെയ്യുന്നുണ്ട്. അപ്പോൾ ഈ ഒരു കാഴ്ച കൊണ്ടുകൊണ്ടാണ് അങ്ങോട്ടേക്ക് ശ്രീകാന്തും വർഷയും വരുന്നത്. എന്നാൽ അതിന് മുന്നുണ്ടായ സംഭവങ്ങളൊന്നും തന്നെ വർഷയെ ശ്രീകാന്ത് അറിയുന്നില്ല കേട്ടോ. അവരുടെ ഇടയിൽ ഒരു തെറ്റിദ്ധാരണ ഉണ്ടാവുകയാണ്. നമ്മുടെ മധുസൂദനും മഹിമയെ ഉദ്ദേശ രീതിയിൽ തന്നെ നമ്മുടെ ശ്രീകാന്ത് സച്ചിയോടായിട്ട് ദേഷ്യപ്പെടുകയും മാത്രമല്ല വർഷ ഇനി സച്ചിയുള്ള വീട്ടിലേക്ക് താൻ പോവുകയില്ല എന്നും പറഞ്ഞുകൊണ്ട് പിണങ്ങി തൻ്റെ വീട്ടിലേക്കായിട്ട് പോവുകയും ചെയ്യുന്നു കേട്ടോ. അങ്ങനെ നമ്മുടെ മഹിമയുടെയും മധുസൂദന്റെ ലക്ഷ്യം രണ്ട് തല്ലുകൊണ്ടിട്ടാണെങ്കിലും മധുസൂദനം നേടിയെടുക്കുന്നുണ്ട്. അപ്പോൾ ഇങ്ങനൊരു ഭാഗം നമുക്ക് വരാനിരിക്കുന്നതാണ്. വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യാനും കൂടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്.